നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒപ്റ്റിക്കൽ സോഴ്സസ് ആണ്. നമുക്കറിയാം ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷനിൽ ഒപ്റ്റിക്കൽ സിഗ്നൽ അല്ലെങ്കിൽ ലൈറ്റാണ് നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആക്ച്വൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക്കൽ ഫോമിലായിരിക്കും ഇരിക്കുന്നത്. ഒരു വോൾട്ടേജ് സിഗ്നലോ അല്ലെങ്കിൽ കറണ്ട് സിഗ്നലോ ഒക്കെ ആയിരിക്കും നമ്മുടെ ആക്ച്വൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. സോ അതിനെ കറസ്പോണ്ടിങ് ഒപ്റ്റിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്താലും മാത്രമേ നമുക്ക് ആ ഇൻഫർമേഷൻ നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വഴി നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒപ്റ്റിക്കൽ സോഴ്സസ് യൂസ് ചെയ്യുന്നത്. ഈ ഒപ്റ്റിക്കൽ സോഴ്സസ് നമ്മുടെ ഇലക്ട്രിക്കൽ ഫോമിലുള്ള ഇൻഫർമേഷനെ ആ ഒരു കറസ്പോണ്ടിങ് ഒപ്റ്റിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഈ ഒപ്റ്റിക്കൽ സോഴ്സിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മൾ ഈ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ഈ ഒരു ഒപ്റ്റിക്കൽ സോഴ്സസിനെ ഒരു ട്രാൻസ്മിറ്റർ സെക്ഷനായിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. സോ ദീസ് ഒപ്റ്റിക്കൽ സോഴ്സസ് ആർ ദി ലൈറ്റ് സോഴ്സസ് ദാറ്റ് ആക്ട് ആസ് ട്രാൻസ്മിറ്റേഴ്സ് ഫോർ ഫൈബർ ഒപ്റ്റിക്സ്. Then to serve the required purpose, these light sources must satisfy some requirements. And here we are considering 5 of such requirements. First one is the light produced by the source should be monochromatic. അതായത് ഒരു സിംഗിൾ വേവ് ലെങ്ത്തിലുള്ള ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സോഴ്സ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. Then the second requirement is the light source should produce high intensity of light so that the sufficient energy is transmitted in the fiber. Then the third one, the light source should be easily modulated. Then fourth one, the light source should be very small so that it can be easily coupled to the fiber without much coupling losses. അതായത് നമ്മൾ ഈ ലൈറ്റ് സോഴ്സിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടാണ് ഒപ്റ്റിക്കൽ ഫൈബറിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ ലൈറ്റ് സോഴ്സിൽ നിന്ന് വരുന്ന ആ ഒരു ഔട്ട്പുട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ഒപ്റ്റിക്കൽ ഫൈബറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിലേക്ക് കപ്പിൾ ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. ഓക്കെ, അപ്പോൾ ഈ ഒപ്റ്റിക്കൽ ലൈറ്റ് സോഴ്സിൻ്റെ സൈസ് കുറവാണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് ഈ ഔട്ട്പുട്ടിനെ ഒപ്റ്റിക്കൽ ഫൈബറിലേക്ക് കപ്പിൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതിൻ്റെ സൈസ് കൂടുതലാണെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന ഈ ലൈറ്റ് സോഴ്സിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന ആ ലൈറ്റ്സ് ലോസ് ആയി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ലൈറ്റ് ലോസ് ആയി പോകാതെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കപ്പിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് നമ്മുടെ ലൈറ്റ് സോഴ്സിൻ്റെ സൈസ് എന്ന് പറയുന്നത് സ്മോൾ സൈസ് ആയിരിക്കണം. ഓക്കെ, ദെൻ ഫിഫ്ത്ത് വൺ, ദി ലൈറ്റ് സോഴ്സ് ഷുഡ് ബി ലോ കോസ്റ്റ് ആൻഡ് ഈസിലി അവൈലബിൾ. ദെൻ രണ്ട് ടൈപ്പ് ഒപ്റ്റിക്കൽ സോഴ്സസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ്, സെക്കൻഡ് വൺ ലേസേഴ്സ്. ദെൻ ബോത്ത് ദീസ് ഡിവൈസസ് ആർ കൺസ്ട്രക്റ്റഡ് ഫ്രം സെമി കണ്ടക്ടർ മെറ്റീരിയൽസ്. ഫസ്റ്റ് നമുക്ക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലേസർ സോഴ്സ് നോക്കാം. ഈ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് ഒരു PN ജംഗ്ഷൻ ഡയോഡാണ്. ആൻഡ് ഇറ്റ് ഈസ് യൂഷ്വലി മെയ്ഡ് ഫ്രം എ സെമി കണ്ടക്ടർ മെറ്റീരിയൽ സച്ച് ആസ് അലൂമിനിയം ഗാലിയം ആർസനൈഡ് ഓർ ഗാലിയം ആർസനൈഡ് ഫോസ്ഫൈഡ്. ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് മെറ്റീരിയൽസ് ആണ് നമ്മൾ ഈ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ് ഫാബ്രിക്കേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ LEDs emit light by spontaneous emission, where light is emitted as a result of the recombination of electrons and holes. ഈ ഒരു സ്പോണ്ടേനിയസ് എമിഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. So now we are going to study the principle of LED operation, which is called electroluminescence or spontaneous emission. ഈ ഒരു സ്പോണ്ടേനിയസ് എമിഷൻ വഴി എങ്ങനെയാണ് LED ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. LED എന്ന് പറയുന്നത് ഒരു PN ജംഗ്ഷൻ ഡിവൈസ് ആണ് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ദെൻ ഈ ഒരു LED ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷനിലാണ്. അതായത് Pയിലേക്ക് നമ്മൾ പോസിറ്റീവും Nയിലേക്ക് സപ്ലൈഡ് നെഗറ്റീവും കൊടുക്കുമ്പോഴാണ് അത് ഫോർവേഡ് ബയസ്ഡ് ആകുന്നത്. സോ ആ ഒരു ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷനിലാണ് ഈ LED ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. Then when the LED is forward biased, the electrons in the N region will cross the junction and recombine with the holes in the P-type material. And we know these free electrons reside in the conduction band and hence at a higher energy level than the holes in the valence band. Then when the recombination takes place, these electrons return back to the valence band, which is at a lower energy level than the conduction band. And while returning back, the recombining electrons give away the excess energy in the form of light. And this process is called as electroluminescence.
ഓക്കെ, അതായത് നമ്മൾ LED-നെ ഫോർവേഡ് ബയസ് ചെയ്യുമ്പോൾ N റീജിയനിൽ നിന്ന് ഇലക്ട്രോൺസ് ജംഗ്ഷനെ ക്രോസ് ചെയ്ത് ആ P റീജിയനിലേക്ക് വരും. ദെൻ അത് P റീജിയനിലുള്ള ഹോൾസായിട്ട് റീകമ്പൈൻ ചെയ്ത് ആ വാലൻസ് ബാൻഡിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഫ്രീ ഇലക്ട്രോൺസിൻ്റെ എനർജി എന്ന് പറയുന്നത് ഒരു ഹൈ എനർജിയാണ്. നമ്മുടെ കണ്ടക്ഷൻ ബാൻഡിലുള്ള ഇലക്ട്രോൺസിൻ്റെ എനർജിയാണ് വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസിൻ്റെ എനർജിനേക്കാൾ കൂടുതൽ. ഈ ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് കണ്ടക്ഷൻ ബാൻഡിലാണ് ഇരിക്കുന്നത്. സോ ഈ ഫ്രീ ഇലക്ട്രോൺസ് ഹോൾസായിട്ട് കമ്പൈൻ ചെയ്ത് അത് വാലൻസ് ബാൻഡിലേക്ക് വരുമ്പോൾ ഈ എക്സസ് ആയിട്ടുള്ള എനർജി അത് ലൈറ്റിൻ്റെ ഫോമിൽ റിലീസ് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് ലൈറ്റ് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഒരു ഫോർവേഡ് ബയസ്ഡ് LED-യുടെ ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ LED എന്ന് പറയുന്നത് ഒരു PN ജംഗ്ഷൻ ഡിവൈസ് ആണ്. സോ അതിനെ ഫോർവേഡ് ബയസ് ചെയ്യാനായിട്ട് Pയിലേക്ക് സപ്ലൈയുടെ പോസിറ്റീവും Nയിലേക്ക് സപ്ലൈയുടെ നെഗറ്റീവും നമ്മൾ കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഫോർവേഡ് ബയസ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ LED ലൈറ്റ് എമിറ്റ് ചെയ്യും. ഓക്കെ, ദെൻ എല്ലാ PN ജംഗ്ഷൻ ഡിവൈസുകളും ലൈറ്റ് എമിറ്റ് ചെയ്യില്ല. In conventional semiconductor diodes, the recombination process is primarily non-radiative and no photons are generated. നമ്മുടെ നോർമൽ ജെർമേനിയം ആൻഡ് സിലിക്കൺ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള PN ജംഗ്ഷൻ ഡയോഡ് കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ ഈ റീകോമ്പിനേഷൻ നടക്കുമ്പോൾ വരുന്ന ആ എക്സസ് എനർജി റിലീസ് ചെയ്യുന്നത് ഹീറ്റിൻ്റെ ഫോമിലാണ്. ഓക്കെ, അപ്പോൾ അവിടെ ലൈറ്റ് എമിഷൻ ഉണ്ടാകില്ല. ഈ ലൈറ്റ് എമിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് പറ്റിയ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് വേണം ഈ PN ജംഗ്ഷൻ ഫോം ചെയ്യാനായിട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അലൂമിനിയം ഗാലിയം ആർസനൈഡോ അല്ലെങ്കിൽ ഗാലിയം ആർസനൈഡ് ഫോസ്ഫൈഡോ അങ്ങനെയുള്ള ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് മെറ്റീരിയൽസ് യൂസ് ചെയ്താലാണ് നമുക്ക് ലൈറ്റ് എമിഷൻ കിട്ടുള്ളൂ. Then the energy gap of the material used to construct an LED determines the color of light it emits and whether the light emitted by it is visible to human eyes. അതായത് നമ്മുടെ കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും തമ്മിലുള്ള ആ ഒരു ഫോർബിഡൻ എനർജി ഗ്യാപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എമിറ്റ് ചെയ്യുന്ന ലൈറ്റിൻ്റെ കളറും അതുപോലെ തന്നെ അത് ഹ്യൂമൻ ഐസിന് വിസിബിൾ ആണോ അല്ലയോ എന്നുള്ളത് ഇരിക്കുന്നത്. ഓക്കെ, അതായത് അതിൻ്റെ വേവ് ലെങ്ത്തും അതിൻ്റെ കളറും ഈ ഒരു ഫോർബിഡൻ എനർജി ഗ്യാപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫോർബിഡൻ എനർജി ഗ്യാപ്പിനനുസരിച്ചിട്ടാണ് ഡിഫറെൻറ്റ് കളറ് നമുക്ക് കിട്ടുന്നത്. ലെറ്റ്സ് നൗ കൺസിഡർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് LED structures. First one is homojunction LEDs. A PN junction made from two different mixtures of the same types of atoms is called a homojunction structure. അതായത് ഒരു ഹോമോജംഗ്ഷൻ LED നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ P റീജിയനും N റീജിയനൊക്കെ നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്തിരിക്കുന്നത് സെയിം ടൈപ്പ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, അതിൻ്റെ ഡോപ്പിങ്ങിലായിരിക്കും ഡിഫറൻസ് വന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഗാലിയം ആർസനൈഡ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് അതിനെ ഡോപ്പ് ചെയ്തിട്ട് നമുക്ക് Pയും ഉണ്ടാക്കാം N ഉണ്ടാക്കാം. ഓക്കെ, സോ ഈ ഒരു LED ഹോമോജംഗ്ഷൻ LED നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ Pയും Nനും സെയിം ടൈപ്പ് മെറ്റീരിയൽ തന്നെയായിരിക്കും വന്നിരിക്കുന്നത്. ഗാലിയം ആർസനൈഡ് യൂസ് ചെയ്തിട്ട് തന്നെയായിരിക്കും രണ്ടും ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഡോപ്പിങ്ങിലായിരിക്കും ഡിഫറൻറ്റ്. ഡോപ്പിംഗ് വെച്ചിട്ടാണ് ഒരെണ്ണം Pയും ഒരെണ്ണം Nനും ആയിട്ട് വരുന്നത്. ഓക്കെ, സോ സെയിം ടൈപ്പ് മെറ്റീരിയൽ തന്നെയാണ് വരുന്നതെങ്കിൽ ആ ടൈപ്പ് LEDs ആണ് ഹോമോജംഗ്ഷൻ LED എന്ന് പറയുന്നത്. Then this homojunction LED is the simplest LED structure and they can be either epitaxially grown or single diffused semiconductor type. അതായത് എപ്പിടാക്സിയൽ മെത്തേഡ് വഴിയും നമുക്ക് ഇത് ഫോം ചെയ്യാം, അല്ലെങ്കിൽ ഡിഫ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫോം ചെയ്യാം. ഈ കാണിച്ചിരിക്കുന്ന ഫിഗറിൽ ഫസ്റ്റ് ഫിഗർ, ആ ഫിഗർ A എന്ന് പറയുന്നത് ഒരു എപ്പിടാക്സിയൽ മെത്തേഡ് വഴി ഫോം ചെയ്തിരിക്കുന്ന ആ ഹോമോജംഗ്ഷൻ LED ആണ്. സോ ഇതിൽ വന്നിരിക്കുന്ന ആ ഡിഫറെൻറ്റ് P ആൻഡ് N റീജിയൻസ് നമ്മൾ ഫോം ചെയ്തിരിക്കുന്നത് ആ സെയിം ടൈപ്പ് മെറ്റീരിയൽ തന്നെ യൂസ് ചെയ്തിട്ടാണ്. ആ മെറ്റീരിയലിൻ്റെ ഡോപ്പിങ്ങിൽ മാത്രമാണ് ആ ഡിഫറൻസ് വന്നിരിക്കുന്നത്. ആ ഡോപ്പിങ്ങിലുള്ള ഡിഫറൻസ് കാരണമാണ് അത് P ആയിട്ടോ അല്ലെങ്കിൽ N ആയിട്ടോ ഒക്കെ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ സെയിം ടൈപ്പ് മെറ്റീരിയൽ തന്നെയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ എപ്പിടാക്സിയൽ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് നമുക്ക് കാണാം ഒരു N ടൈപ്പ് സബ്സ്ട്രേറ്റ് വന്നിട്ടുണ്ട്. ആ സബ്സ്ട്രേറ്റിൻ്റെ മുകളിൽ നമ്മൾ വേറെ ഒരു N എപ്പിടാക്സിയൽ ലെയർ ഫോം ചെയ്തേക്കുകയാണ്. ഒരു പുതിയൊരു എപ്പിടാക്സിയൽ ലെയർ നമ്മൾ ഫോം ചെയ്തേക്കുകയാണ്. ദെൻ അതിൻ്റെ മുകളിൽ ഒരു P ടൈപ്പ് എപ്പിടാക്സിയൽ ലെയർ നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഒരു അഡീഷണൽ എപ്പിടാക്സിയൽ ലെയർ ഫോം ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് വേണമെങ്കിൽ കൺസ്ട്രക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡിഫ്യൂഷൻ മെത്തേഡ് വഴിയും നമുക്ക് ആ PN ജംഗ്ഷൻ ഫോം ചെയ്യാം. അതാണ് ആ ഫിഗർ Bയിൽ കാണിച്ചിരിക്കുന്നത്. അവിടെ നമ്മളൊരു N ടൈപ്പ് സബ്സ്ട്രേറ്റ് എടുത്തു. ആ N ടൈപ്പ് സബ്സ്ട്രേറ്റിലേക്ക് ഒരു P ടൈപ്പ് മെറ്റീരിയൽ നമ്മൾ ഡിഫ്യൂസ് ചെയ്തു.
ഓക്കെ. സോ ആ പി റീജിയൻ നമ്മൾ അങ്ങനെ അവിടെ ഫോം ചെയ്തു. ആ പി ടൈപ്പ് ഇമ്പ്യൂരിറ്റീസ് ഡിഫ്യൂസ് ചെയ്തിട്ട് അവിടെ ഒരു പി റീജിയൻ നമ്മൾ ഫോം ചെയ്തു. ഓക്കെ. അപ്പോൾ ആ ഒരു ഡിഫ്യൂഷൻ മെത്തേഡ് വഴിയും നമുക്ക് ഈ ഒരു ഹോമോ ജംഗ്ഷൻ LEDs ഫോം ചെയ്യാം. So this homojunction LEDs can be either a epitaxial grown one or a planar diffused one. Then the epitaxially grown LEDs are generally constructed of silicon doped gallium arsenide. Then the light waves from homojunction sources do not produce a very useful light for an optical fiber. Because light is emitted in all directions equally, therefore only a small amount of the total light produced is coupled into the fiber. Then the homojunction devices are often called surface emitters because the light is emitted from the surface. Then the primary disadvantage of homojunction LEDs is the non-directionality of their light emission, which makes them a poor choice as a light source for optical fiber systems. Let's now consider the second type of LED structure, which is called heterojunction LED. These heterojunction LEDs are made from a p-type semiconductor material of one set of atoms and an n-type semiconductor material from another set. അതായത് ഈ ഒരു ഹെട്രോജംഗ്ഷൻ LED നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് ഫോം ചെയ്തിരിക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടായിരിക്കും. ഒരു പി റീജിയൻ നമ്മൾ ഫോം ചെയ്തിരിക്കുന്നത് ഒരു ടൈപ്പ് മെറ്റീരിയലും ഉണ്ടായിരിക്കും, എൻ റീജിയൻ ഫോം ചെയ്തിരിക്കുന്നത് വേറെ ടൈപ്പ് മെറ്റീരിയലും ഉണ്ടായിരിക്കും. ഓക്കെ. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസിൻ്റെ ആ ഒരു ജംഗ്ഷനാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ടാണ് അതിനെ ഹെട്രോജംഗ്ഷൻ LED എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ. പി റീജിയൻ ഫോം ചെയ്തിരിക്കുന്നത് ഒരു ടൈപ്പ് മെറ്റീരിയലും ഉണ്ട്, എൻ റീജിയൻ ഫോം ചെയ്തിരിക്കുന്നത് വേറെ ടൈപ്പ് മെറ്റീരിയലും ഉണ്ട്. ഓക്കെ. സോ അങ്ങനെ ഒരു ഹെട്രോജംഗ്ഷൻ ആണ് ഇവിടെ വരുന്നത്. Then these heterojunction devices are layered such that the concentration effect is enhanced. This produces a device that confines the electron and hole carriers and the light to a much smaller area. ഓക്കെ. അതായത് ഈ ഒരു ഹെട്രോജംഗ്ഷൻ LED നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് മോർ ഡയറക്ഷണൽ കമ്പയർഡ് ടു ഹോമോജംഗ്ഷൻ LEDs. ഈ ഹോമോജംഗ്ഷൻ LEDs എന്ന് പറയുന്നത് സർഫസ് എമിറ്റിംഗ് LEDs ആണ്. അത് എല്ലാ ഡയറക്ഷനിലേക്കും ലൈറ്റ് എമിറ്റ് ചെയ്യും. ഓക്കെ. അതേസമയം ഈ ഒരു ഹെട്രോജംഗ്ഷൻ LED നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്ക് മാത്രമേ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ. Then here the junction is generally manufactured on a substrate backing material and then sandwiched between metal contacts that are used to connect the device to a source of electricity. Then with heterojunction devices, the light is emitted from the edge of the material and are therefore often called as edge emitters. ഒരു ഹെട്രോജംഗ്ഷൻ LEDയുടെ സ്ട്രക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കാണാം ഗാലിയം ആർസനൈഡ് മെറ്റീരിയലും വരുന്നുണ്ട്, അലൂമിനിയം ഗാലിയം ആർസനൈഡ് മെറ്റീരിയലും വരുന്നുണ്ട്. ഓക്കെ. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് ആണ് ഈ കേസിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത് ആ ഒരു എഡ്ജിൽ നിന്നാണ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. ഓക്കെ. ആ ഒരു പി ടൈപ്പ് ഗാലിയം ആർസനൈഡ് ആണ് ആക്റ്റീവ് ലെയറായിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ആ ഒരു ആക്റ്റീവ് ലെയറിൽ നിന്നാണ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. ഓക്കെ. സോ ആ ഒരു എഡ്ജസിലേക്കാണ് ഇപ്പോൾ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് കുറച്ചും കൂടി ഡയറക്ഷണലായിട്ടുള്ള ഒരു ലൈറ്റാണ് ഈ ഒരു ഹെട്രോജംഗ്ഷൻ LED നിന്ന് കിട്ടുന്നത്. ഹോമോജംഗ്ഷൻ LED ആണെങ്കിൽ അത് സർഫസ് എമിറ്റിംഗ് LED ആണ്. അതിൻ്റെ സർഫസിൽ നിന്ന് എല്ലാ ഡയറക്ഷനിലേക്കും ലൈറ്റ് എമിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഹെട്രോജംഗ്ഷൻ LED നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്കായിട്ട് നമുക്ക് ലൈറ്റ് കിട്ടും. സോ ഒരു ഹോമോജംഗ്ഷൻ ഡിവൈസും ഹെട്രോജംഗ്ഷൻ ഡിവൈസും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഹെട്രോജംഗ്ഷൻ ഡിവൈസിന് കുറേ അഡ്വാൻറ്റേജസ് വരുന്നുണ്ട്. സോ ആ അഡ്വാൻറ്റേജസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് സ്പെസിഫൈ ചെയ്യാം. First one, in heterojunction devices, there is an increase in current density and that generates a more brilliant light spot. Then the second one, the smaller emitting area makes it easier to couple its emitted light into a fiber. Then the third one, the small effective area has a smaller capacitance which allows the planar heterojunction LED to be used at higher speeds. Let's now consider the third type LED structure, which is called the Barras H12 surface emitting LED. ഈ ഒരു ബറസ് H12 സർഫസ് എമിറ്റിംഗ് LEDയുടെ സ്ട്രക്ചറാണ് ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം ഒരു വെല്ല് നമ്മൾ ഈ ഒരു സർഫസിൽ ഫോം ചെയ്തിട്ടുണ്ട്. ദെൻ ഈ ഒരു വെല്ല് വഴിയാണ് നമ്മുടെ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. ഓക്കെ. സോ കുറച്ചും കൂടി ഡയറക്ഷണൽ ആയിട്ടുള്ള ലൈറ്റ് നമുക്ക് ഈ ഒരു അറേഞ്ച്മെൻറ്റിൽ നിന്ന് കിട്ടും. For the more practical applications such as telecommunications, data rates in excess of 100 Mbps are required. And for these applications, these H12 LEDs are developed.
It is a surface emitting LED and there is a well etched in that surface. Okay, and that etched well helps concentrate the emitted light to a very small area. Also, domed lenses can be placed over the emitting surface to direct the light to a small area. Then these devices are more efficient than the standard surface emitters and they allow more power to be coupled into the optical fiber, but they are also more difficult and expensive to manufacture. Let's now consider edge emitting LEDs. ഈ എഡ്ജ് എമിറ്റിംഗ് എൽ ഇ ഡീസ് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഈ ഹെട്രോജംഗ്ഷൻ എൽ ഇ ഡീസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് എഡ്ജ് എമിറ്റിംഗ് ടൈപ്പ് എൽ ഇ ഡീസ് ആണ്. ഓക്കെ, then these LEDs emit a more directional light pattern than do the surface emitting LEDs. The construction is similar to the planar and Burris diode except that the emitting surface is a strip rather than a confined circular area. Here the light is emitted from an active strip and forms an elliptical beam. ഈ ഒരു ഫിഗർ നോക്കുമ്പോൾ നമുക്ക് കാണാം, ഈ ഒരു എഡ്ജ് എമിറ്റിംഗ് എൽ ഇ ഡി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൽ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത് അതിൻ്റെ എഡ്ജിൽ നിന്നാണ്. ഈ ഒരു സ്ട്രക്ചറിൽ നമ്മൾ കാണുന്ന ഒരു എൻ ടൈപ്പ് അലൂമിനിയം ഗാലിയം ആർസനൈഡ് എന്ന് പറയുന്ന ഒരു ആക്റ്റീവ് റീജിയനിൽ നിന്നാണ് ആക്ച്വലി ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ആ ഒരു ആക്റ്റീവ് സ്ട്രിപ്പ് റീജിയനാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു സെക്കൻഡ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ആ ഒരു ആക്റ്റീവ് സ്ട്രിപ്പ് റീജിയനിൽ നിന്ന് ഒരു എലിപ്റ്റിക്കൽ ബീമിൻ്റെ ഫോമിലാണ് നമുക്ക് ലൈറ്റ് കിട്ടുന്നത്. ദെൻ നമ്മൾ ഒരു സർഫസ് എമിറ്റിംഗ് എൽ ഇ ഡി ആയിട്ട് ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു സർഫസ് എമിറ്റിംഗ് എൽ ഇ ഡീസ് എല്ലാ ഡയറക്ഷനിലേക്കും ലൈറ്റ് എമിറ്റ് ചെയ്യും. ഒരു ഡയറക്ഷണൽ ലൈറ്റ് അല്ല നമുക്ക് സർഫസ് എമിറ്റിംഗ് എൽ ഇ ഡിന്ന് കിട്ടുന്നത്. പക്ഷേ ഈ ഒരു എഡ്ജ് എമിറ്റിംഗ് എൽ ഇ ഡിന്ന് നമുക്ക് കിട്ടുന്നത് ഡയറക്ഷണൽ ലൈറ്റ് ആണ്. Okay, so the coupling losses in surface emitters are greater and they have narrower bandwidth. ഒരു സർഫസ് എമിറ്റിംഗ് എൽ ഇ ഡി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ കപ്ലിംഗ് ലോസസ് കൂടുതലായിരിക്കും. കാരണം സർഫസ് എമിറ്റിംഗ് എൽ ഇ ഡിയിൽ എല്ലാ ഡയറക്ഷനിലേക്കും ലൈറ്റ് എമിറ്റ് ചെയ്യുന്നുണ്ട്. സോ അതിനെ ഒരു ഒപ്റ്റിക്കൽ ഫൈബറിലേക്ക് കപ്പിൾ ചെയ്യാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്. കുറേ ലൈറ്റുകൾ ലോസ് ആയി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ കപ്ലിംഗ് ലോസസ് സർഫസ് എമിറ്റിംഗ് എൽ ഇ ഡിയിൽ കൂടുതലായിരിക്കും. അതേപോലെ തന്നെ നാരോ ബാൻഡ് വിഡ്ത്തും ആയിരിക്കും ഈ സർഫസ് എമിറ്റിംഗ് എൽ ഇ ഡിയിൽ വരുന്നത്. ദെൻ ഈ രണ്ട് പ്രോബ്ലംസ് നമുക്ക് ഈ എഡ്ജ് എമിറ്റിംഗ് എൽ ഇ ഡി യൂസ് ചെയ്തിട്ട് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. കാരണം എഡ്ജ് എമിറ്റിംഗ് എൽ ഇ ഡിയിൽ ഡയറക്ഷണൽ ലൈറ്റാണ് വരുന്നത്. ഓക്കെ, സോ നമുക്ക് കൂടുതൽ ബെറ്റർ ആയിട്ട് കപ്പിൾ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ബാൻഡ് വിഡ്ത്തും ഈ കേസിൽ കൂടുതലായിരിക്കും. Next we are going to study about second type of optical sources, which is laser diodes. Here the word laser stands for light amplification by stimulated emission of radiation. സോ ഇവിടെ ഒരു ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ നടക്കുന്നുണ്ട്, അതേപോലെ തന്നെ സ്റ്റിമുലേറ്റഡ് എമിഷനും ഒക്കർ ചെയ്യുന്നുണ്ട്. ലേസറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്, ഇതെങ്ങനെയാണ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് നമുക്കൊന്ന് നോക്കാം. The laser action is the result of three key processes. They are photon absorption, spontaneous emission and stimulated emission. And these three processes are represented by the symbol 2 energy level diagrams in this figure. We know in atoms and molecules, electrons exist in certain energy levels. The state of lowest energy is called the ground state, and all other states have more energy than the ground state and are called excited states. Then the electrons in the atoms of the lasing material normally reside in a steady state lower energy level. Then suppose we are applying light from the flash lamp to the atoms of the lasing material, then the majority of the electrons are excited to a higher energy level, and this phenomenon is known as population inversion. And this is the first stage of lasing action, and that is shown in this figure A. This population inversion can be achieved by various pumping techniques. In a semiconductor laser, the population inversion is accomplished by injecting electrons into the material at the device contacts or through an optical absorption method by means of externally injected photons. So, if you are using flash lamps as said earlier, that corresponds to this second method of pumping. Then this population inversion is an unstable condition for these electrons, and hence they will stay in this state for a short time and then decay back to their original energy states. Then this decay occurs in two ways. First one is spontaneous decay, in which the electrons simply fall to their ground state while emitting randomly directed photons.
And the second one is stimulated decay, in which the photons from spontaneous decaying electrons strike other excited electrons, which causes them to fall to their ground state. And when the electrons fall from its excited state to ground state, it releases that extra energy in the form of light. So this stimulated transition will release energy in the form of photons of light that travel in phase at the same wavelength and in the same direction as the incident photon, and that cases are shown in figures B and C. Then if the direction of photons is parallel to the optical axis, then the emitted photons travel back and forth in the optical cavity through the lacing material between the totally reflecting mirror and the partially reflecting mirror, and these reflecting photons will strike other excited electrons and will generate more photons. Thus the light energy is amplified in this manner until sufficient energy is built up for a burst of laser light to be transmitted through the partially reflecting mirror. That means due to this number of reflections, more and more photons are generated, and after getting sufficient energy, the light will be transmitted through the partially reflecting mirror. Okay, അപ്പോൾ ഈ ഒരു രീതിയിലാണ് ലേസർ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ പമ്പിങ് മെക്കാനിസം യൂസ് ചെയ്തിട്ട് പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യുന്നു. നമ്മൾ ഇപ്പോൾ ഒരു ലൈറ്റ് സോഴ്സ് യൂസ് ചെയ്തിട്ട് പമ്പ് ചെയ്യണമെങ്കിൽ ആ ലൈറ്റ് സോഴ്സിൽ നിന്നുള്ള എനർജി റിസീവ് ചെയ്തിട്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ഇലക്ട്രോൺസ് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, ദെൻ ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ കണ്ടീഷനാണ്. സോ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസ് തിരിച്ച് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരും. ആ ടൈമിൽ ഈ ഇലക്ട്രോൺസ് എക്സ്ട്രാ എനർജി ലൈറ്റിൻ്റെ ഫോമിൽ റിലീസ് ചെയ്യും. അതാണ് നമ്മുടെ നോർമൽ സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് പറയുന്നത്. ദെൻ ഈ ലേസറിൻ്റെ കേസിൽ ഇങ്ങനെ സ്പോണ്ടേനിയസ് എമിഷൻ വഴി വരുന്ന ഫോട്ടോൺസ് അതർ എക്സൈറ്റഡ് ഇലക്ട്രോൺസിനെ സ്ട്രൈക്ക് ചെയ്യും. അങ്ങനെ ആ എക്സൈറ്റഡ് ഇലക്ട്രോൺസ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരും. അങ്ങനെ ആ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുമ്പോഴും എക്സ്ട്രാ എനർജി ലൈറ്റിൻ്റെ ഫോമിൽ റിലീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഫോട്ടോൺ വന്ന് സ്ട്രൈക്ക് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത ഒരു ഫോട്ടോൺ ജനറേഷൻ കൂടി അവിടെ നടക്കുന്നുണ്ട്. ദെൻ ഇങ്ങനെ വരുന്ന ഫോട്ടോൺസ് നമ്മുടെ ഈ ലേസിംഗ് മെറ്റീരിയലിൻ്റെ ഉള്ളിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും റിഫ്ലക്റ്റ് ചെയ്യും. അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ടോട്ടലി റിഫ്ലക്റ്റിംഗ് മിറർ സർഫസും അതേപോലെ തന്നെ ഒരു പാർഷ്യലി റിഫ്ലക്റ്റിംഗ് മിറർ സർഫസും ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ഈ രണ്ട് മിറേഴ്സിൻ്റെ ഇടയ്ക്ക് കിടന്ന് ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും റിഫ്ലക്റ്റ് ചെയ്യുന്നു. സോ ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ഈ ഫോട്ടോൺസ് പിന്നെയും ഈ എക്സൈറ്റഡ് ഇലക്ട്രോൺസിനെ സ്ട്രൈക്ക് ചെയ്യും. പിന്നെയും ആ എക്സൈറ്റഡ് ഇലക്ട്രോൺസ് ആ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരും. ആ ടൈമിൽ അടുത്ത ഒരു ഫോട്ടോൺ റിലീസും കൂടി ഒക്കർ ചെയ്യും. അങ്ങനെ നമുക്ക് ഒരു ലൈറ്റിൻ്റെ ഒരു ആംപ്ലിഫിക്കേഷൻ അവിടെ ഒക്കർ ചെയ്യും. അതായത് കൂടുതൽ ഫോട്ടോൺസ് അവിടെ ജനറേറ്റ് ചെയ്യും. ദെൻ ഇങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന ആ ഫോട്ടോൺസിൻ്റെ ഫേസും വേവ് ലെങ്ത്തും ഡയറക്ഷനും എന്നൊക്കെ പറയുന്നത് ആ ഇൻസിഡൻറ്റ് ഫോട്ടോണിൻ്റെ ആ ഹിറ്റ് ചെയ്യുന്ന ഫോട്ടോണിൻ്റെ ആ സെയിം തന്നെയായിരിക്കും വരുന്നത്. ദെൻ ഇങ്ങനെ ആംപ്ലിഫൈ ചെയ്ത് ഒരു സഫിഷ്യൻറ്റ് എനർജി ലെവലിൽ എത്തിക്കഴിയുമ്പോൾ ഈ ലൈറ്റ് നമ്മുടെ പാർഷ്യലി റിഫ്ലക്റ്റഡ് മിറർ സർഫസ് വഴി പുറത്തേക്ക് വരും. അങ്ങനെയാണ് നമുക്ക് ലൈറ്റ് ഔട്ട്പുട്ട് കിട്ടുന്നത്. ലേസറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്, അതെങ്ങനെയാണ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത് എന്നതിനെപ്പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞ ആ കാര്യങ്ങളാണ് ഈ സ്ലൈഡ് 14 and 15 പറഞ്ഞിരിക്കുന്നത്. അതൊന്ന് വായിച്ച് നോക്കുക. Let's now consider the basic construction idea of a laser system. The basic laser system is shown in this figure, and it consists of 3 basic parts. First one is an active medium with a suitable set of energy levels to support laser action. Then second one, a source of pumping energy in order to establish a population inversion. Then third one, an optical cavity or resonator to introduce optical feedback and so maintain the gain of the system, overcoming all losses. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഫിഗറിൽ കാണാം. ഒരു പമ്പിംഗ് മെക്കാനിസം യൂസ് ചെയ്തിട്ടുണ്ട്. ആ പമ്പിംഗ് മെക്കാനിസം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യുന്നത്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റിമുലേറ്റഡ് എമിഷൻ വഴി ജനറേറ്റ് ചെയ്യുന്ന ആ ഫോട്ടോൺസ് ഈ ലേസർ ക്യാവിറ്റിയുടെ ഉള്ളിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും റിഫ്ലക്റ്റ് ചെയ്യുന്നു. അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ലേസർ മെറ്റീരിയലിൽ ഒരു ടോട്ടൽ റിഫ്ലക്റ്റഡ് സർഫസും പാർഷ്യൽ റിഫ്ലക്റ്റഡ് സർഫസും ഫോം ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഫിഗറിൽ കാണാം. സോ അങ്ങനെ ബാക്ക് ആൻഡ് ഫോർത്ത് ആ ഫോട്ടോൺസ് റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും.
ചെയ്തുകൊണ്ടിരിക്കും. ആ റിഫ്ലക്റ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ആ എക്സൈറ്റഡ് ഇലക്ട്രോൺസിനെ ഹിറ്റ് ചെയ്തിട്ട് കൂടുതൽ ഫോട്ടോൺസ് അത് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ദെൻ അങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന ആ ഫോട്ടോൺസിൻ്റെ ഫേസും ഡയറക്ഷനും വേവ് ലെങ്ത്തും എല്ലാം സെയിം തന്നെയായിരിക്കും. ഓക്കെ, ദെൻ അങ്ങനെ ബാക്ക് ആൻഡ് ഫോർത്ത് റിഫ്ലക്റ്റ് ചെയ്ത് അത് ആംപ്ലിഫൈ ചെയ്യുന്നു. അങ്ങനെ ആംപ്ലിഫൈ ചെയ്ത് ഒരു സഫിഷ്യൻറ്റ് എനർജി ലെവലിൽ എത്തിക്കഴിയുമ്പോൾ ആ പാർഷ്യൽ റിഫ്ലക്റ്റർ സർഫസ് വഴി ലൈറ്റ് നമുക്ക് ഔട്ട്പുട്ടിലേക്ക് കിട്ടും. Let's now consider different types of laser diodes. First, consider semiconductor laser diode. This figure shows the structure of a semiconductor laser diode. This semiconductor laser diode is a specially fabricated, highly doped PN junction device that emits coherent light when it is forward biased. And in semiconductor diode, the solid semiconductor material is used to produce laser action. Then the semiconductor laser diode consists of a forward biased PN junction similar to LED as shown in this figure. Then there are number of free electrons in the conduction band and a number of holes in the valence band. Then when an electron makes a transition from conduction band to valence band, the band gap energy Eg is emitted as a photon of energy h nu. And suppose a photon of energy h nu impinges on the PN junction device which is forward biased, the system is immediately stimulated to make a transition to the valence band. And this gives rise to an additional photon in phase with the incident photon. And if the bias is increased and threshold current is reached, stimulated emission occurs. Then the opposite planes perpendicular to the junctions are polished and the remaining sides of the PN junction diode are roughened. So multiple reflections of the photons emitted takes place in the cavity formed by these two surfaces. And when the photon acquire sufficient intensity, laser light which lies in the infrared region is emitted. നമ്മൾ ഈ സെമികണ്ടക്ടർ ലേസർ ഡയോഡിനെ പറ്റി പറഞ്ഞ കാര്യങ്ങളാണ് ഈ സ്ലൈഡ് 18-ലുള്ളത്. അതൊന്ന് വായിച്ചു നോക്കിയേക്കുക. ലെറ്റ്സ് നൗ കൺസിഡർ ദി ക്യാരക്ടറിസ്റ്റിക്സ്, advantages and disadvantages of the laser light. First, consider the characteristics of the laser light. When we consider a laser light, it is monochromatic, coherent and directional light. Then when we consider the advantages, this laser system produce high output power. Then it is faster and its output is highly directional. സോ ഒരു LED സോഴ്സായിട്ട് നമ്മൾ ഈ ലേസർ സോഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ലേസർ നമ്മുടെ LED ഒപ്റ്റിക്കൽ സോഴ്സിനേക്കാൾ ബെറ്റർ ആണ്. ദെൻ സം ഡിസഡ്വാൻറ്റേജസ് ഓഫ് ദിസ് ലേസർ സോഴ്സ് ആർ: ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് മോർ എക്സ്പെൻസീവ്. ദെൻ സെക്കൻഡ് വൺ, ഇറ്റ് ഹാസ് റിലേറ്റീവ്ലി ലോവർ ലൈഫ് ടൈം. ആൻഡ് ദ തേർഡ് വൺ, ദ റിക്വയർമെൻറ്റ് ഓഫ് ഓട്ടോമാറ്റിക് ലെവൽ കൺട്രോൾ സർക്യൂട്ട്സ്. Let's now consider injection laser diode or ILD. This ILD is similar to the LED. In fact, below a certain threshold current, an ILD acts similarly to an LED. And above the threshold current, an ILD oscillates and lasing occurs. Here, as current passes through a forward biased PN junction diode, light is emitted by spontaneous emission at a frequency determined by the energy gap of the semiconductor material. Then, when a particular current level is reached, the number of minority carriers and photons produced on either side of the PN junction reaches a level where they begin to collide with already excited minority carriers. And this causes an increase in the ionization energy level and makes the carriers unstable. And when this happens, a typical carrier recombines with an opposite type of carrier at an energy level that is above its normal before collision value. And in the process, two photons are created, one is stimulated by another. Essentially, a gain in the number of photons is realized. And for this to happen, a large forward current that can provide many carriers is required. The construction of an ILD is shown in this figure, and it is similar to that of an LED except that the ends are highly polished here. And here the mirror-like ends trap the photons in the active region, and as they reflect back and forth, stimulate free electrons to recombine with holes at a higher than normal energy level. And this process is called lasing. Let's now consider the advantages and disadvantages of ILDs over LEDs. First, consider the advantages of ILDs over LEDs. The first advantage is that the ILDs emit coherent or orderly light,
whereas LEDs emit incoherent light. Therefore, ILDs have a more direct radiation pattern, making it easier to couple light emitted into an optical fiber cable. And this reduces the coupling losses and allows smaller fibers to be used. Then the radiant output power from an ILD is greater than that of an LED. Then these ILDs can be used at higher bit rates than LEDs. Then these ILDs generate monochromatic light, which reduces chromatic or wavelength dispersion. Now let's consider the disadvantages of ILDs over LEDs. First one, the ILDs are typically 10 times more expensive than LEDs. Then because ILDs operate at higher powers, they typically have a much shorter lifetime than LEDs. Then ILDs are more temperature dependent than LEDs.